റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിൽ. എന്നാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മഴക്കാലമായതോടുകൂടി റോഡുകളിൽ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങി. നമ്മൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണുന്നു, വാഹനങ്ങളെല്ലാം തന്നെ പോകുന്ന പാപ്പിനിശ്ശേരി ഭാഗത്തെ കോട്ടൺ ഹിൽ റോഡ് കൂടിയാണിത്. ഈ റോഡിന്റെ അവസ്ഥയാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഇങ്ങനെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ റോഡ് മെറ്റൽ ചെയ്ത റോഡായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ കുഴികൾ, ഒരു ഗർത്തം രൂപേണ വലിയ കുഴികൾ രൂപപ്പെട്ട ഒരു സാഹചര്യമായി മാറുന്നു. എന്തായാലും ഇവിടെയുള്ള ആളുകൾക്ക്, ഒപ്പം തന്നെ ഈ അപ്പുറങ്ങളിലുള്ള കടകൾക്കെല്ലാം ഭീഷണിയായി റോഡ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച ആശങ്കകൾ അറിയേണ്ടതുണ്ട്. ചേട്ടാ, കഴിഞ്ഞ 2 ആഴ്ചയായി ഈ റോഡിന്റെ അവസ്ഥ ഇതൊക്കെയാണല്ലോ, വലിയൊരു അപകട ഭീഷണി തന്നെയാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പരിഷ്കരണം വന്നതിന് ശേഷം, അതായത് ഈ ട്രാൻസ്പോർട്ടിൻ്റെ പരിഷ്കരണം, റോഡ് പരിഷ്കരണം വന്നതിന് ശേഷം ഇവിടെ വാഹനങ്ങൾ പഴയങ്ങാടി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന കേന്ദ്രീകരിച്ച് പോകുന്ന ജംഗ്ഷൻ, പ്രധാന ജംഗ്ഷനാണ് ഇത്. ഈ ജംഗ്ഷനിൽ ചെറിയ ചെറിയ കുണ്ടുകൾ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം അത് വർദ്ധിച്ച് ഒരുപാട് കുണ്ടുകളായി മാറി. 2 ആഴ്ച മുമ്പ് 50ഓളം തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഈ റോഡ് വൃത്തിയാക്കിയതാണ്, മെറ്റൽ ചെയ്തതാണ്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ മഴ കഴിഞ്ഞപ്പോൾ, ഈ മഴ വന്നതിന് ശേഷം വീണ്ടും ഈ കുണ്ടുകൾ വർദ്ധിക്കുക ചെയ്തത്, കൂടുതലായിട്ട് വർദ്ധിക്കുക ചെയ്തത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഇവിടെ എല്ലാ ഭാഗത്തും കുഴികളായിട്ട് വളരെ ചെറിയ വാഹനങ്ങളും വലിയ വാഹനം ഒന്നിച്ച് പോകുമ്പോൾ ഈ ലോഡും വണ്ടി ചെറിയ വാഹനത്തിൻ്റെ മുകളിൽ ലോഡ് വീഴാൻ സാധ്യതയുണ്ട്. ചേട്ടാ, അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണല്ലേ? സ്ഥിരമായിട്ട് അധികം ബൈക്കുകളാണ് കൂടുതൽ ഈ കുഴിയിൽ വീണിട്ട് അപകടത്തിൽപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ഭാഗത്താണ് വണ്ടികൾ വരുന്നത്. തളിപ്പറമ്പിലേക്ക് പോകുന്നതും കണ്ണൂരിലേക്ക് പോകുന്ന വഴികളും ഈ ഒറ്റയിലാണ്. ഈ 2 ആൾ ഇവിടെ വന്നതിലേക്ക് കുഴിയിലാണ് കൂടുതൽ ബൈക്കുകാർ വീഴുന്നത്. ഇതിപ്പോൾ ഇവിടെ ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ഈ ഡ്രെയിനേജ് മെയിനായിട്ട് ഒന്ന് മൈനസ് ചെയ്തതിനാൽ വെള്ളം അവിടുത്തെ തോട്ടിലേക്ക് പോയി നേരെ പുഴയിലേക്ക് പോയിക്കോളും. വാഹനങ്ങൾക്ക് വല്ലാണ്ട് മെയിൻ്റെനൻസ് വരുന്നുണ്ട് ഇതിലിട്ട് ഇറങ്ങുമ്പോൾ. എല്ലാതും ടയർ പൊട്ടുന്നുണ്ട്. കാണിച്ചടക്കം വാഹനത്തിന്റെ പാർട്സാണ്, അതുപോലെയുള്ള വാഹനത്തിനടക്കം കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളടക്കം പറയുന്നത്. എന്തായാലും ആളുകൾ, അല്ലെങ്കിൽ ഈ വാഹനങ്ങളിൽ പോകുന്ന ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം ഇത്രത്തോളം നമ്മൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം, അത്രത്തോളം വലിയ ഗർത്തങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു റോഡിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കണ്ണൂർ.